അതിനുശേഷം കുട്ടിയുടെ ജീവിതം സാധാരണ നിലയിലായി. അവൻ പതിയെ ഈ സംഭവം മറന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ വിചിത്ര സംഭവം വീണ്ടുമുണ്ടായി. സ്കൂളിലെ ഡാൻസ് പാർട്ടിയിൽ ക്യാമ്പസ് ബ്യൂട്ടിയുമായി കുട്ടി നൃത്തം ചെയ്തു. പക്ഷേ ഇത് സ്കൂളിലെ ഗുണ്ടയെ സ്കൂൾ ബുള്ളി പ്രകോപിപ്പിക്കുമെന്ന് ആരും അറിഞ്ഞില്ല. ഗുണ്ട അവനെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും ഒരക്ഷരം പോലും പറയാതെ മർദ്ദിക്കുകയും ചെയ്തു. പോകുന്നതിനു മുൻപ് ഗുണ്ട അവന്റെ കൈകാലുകൾ വിചിത്രമായ രീതിയിൽ ഒടിച്ചുമടക്കി. ഭാഗ്യത്തിന് ക്ലാസ് ടീച്ചർ കൃത്യസമയത്ത് അവനെ കണ്ടെത്തുകയും രക്ഷിക്കുകയും ചെയ്തു. ക്ലാസ് ടീച്ചർ ശ്രദ്ധയോടെ അവന്റെ മുറിവുകൾക്ക് ചികിത്സ നൽകിയതിനു പുറമെ സ്കൂൾ ഗുണ്ടയുടെ ആക്രമണത്തിനെതിരെ സാക്ഷി പറയുവാനും പരാതി നൽകുവാനും തയ്യാറാണെന്നറിയിച്ചു. എന്നാൽ കുട്ടി വിനയത്തോടെ അത് നിരസിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അച്ഛനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി തന്റെ സങ്കടങ്ങൾ അവൻ മരിച്ചുപോയ മുത്തശ്ശനോട് ഫോണിലൂടെ പങ്കുവച്ചു. അവൻ സ്കൂൾ ഗുണ്ടയ്ക്കെതിരെ പരാതി നൽകാതിരുന്നതിന്റെ കാരണം കൂടുതൽ ശക്തമായ പ്രതികാരത്തെ ഭയന്നാണ് എന്നായിരുന്നു. കാരണം ആ ഗുണ്ട ജീവിച്ചിരിക്കുന്നിടത്തോളം അവനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ മുത്തശ്ശനോട് പരാതി പറയാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അടുത്ത ദിവസം സ്കൂൾ ഗുണ്ട മരിച്ചുവെന്ന വാർത്ത അവന് ലഭിക്കുമെന്ന് ആരറിഞ്ഞു? അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ വേഗം സംഭവസ്ഥലത്തേക്ക് പോയി. കൃത്യസമയത്ത് തന്നെ സ്കൂൾ ഗുണ്ടയുടെ മൃതദേഹം പോലീസ് കൊണ്ടുപോകുന്നത് അവൻ കണ്ടു. എല്ലാം സത്യമായിരുന്നു. പക്ഷേ സ്കൂൾ ഗുണ്ടയുടെ ദുഃഖിതരായ കുടുംബത്തെ കണ്ടപ്പോൾ അവന് പ്രതികാരത്തിന്റെ സന്തോഷം തോന്നിയില്ല, പകരം കുറ്റബോധമാണുണ്ടായത്. തുടർന്ന് സ്കൂൾ ഗുണ്ടയുടെ മരണം അതീവ ദുരൂഹമായിരുന്നു എന്ന് അവൻ ക്ലാസ് ടീച്ചറിൽ നിന്നറിഞ്ഞു. നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഗുണ്ടയെ കണ്ടെത്തിയത്. അവന്റെ കൈകൾ കുരിശുപോലെ വെച്ചിരുന്നു. കുട്ടി അപമാനിക്കപ്പെട്ടപ്പോൾ അവന്റെ കൈകാലുകൾ ഒടിച്ചുമടക്കിയ അതേ വികൃതമായ അവസ്ഥയിലായിരുന്നു അത്. സ്കൂൾ ഗുണ്ട ഒരു അപകടത്തിൽ മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇതിന് മുത്തശ്ശനുമായി ബന്ധമുണ്ടെന്ന് ആ കുട്ടിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അന്ന് രാത്രി അവൻ മുത്തശ്ശനെ വിളിച്ചു. സ്കൂൾ ഗുണ്ട മരിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഇതിന് മുത്തശ്ശനുമായി ശരിക്കും ബന്ധമുണ്ടോ എന്നും ചോദിച്ചു. ഉണ്ടെങ്കിൽ ദയവായി ചുമരിൽ 3 തവണ മുട്ടുക എന്നും പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവൻ ഫോൺ വെച്ച് ശാന്തമായി കാത്തിരുന്നു. എന്നാൽ പെട്ടെന്ന് മുത്തശ്ശൻ അവനെ തിരിച്ചു വിളിച്ചു.